Hi guys, welcome back to my channel. ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കുട്ടി അപ്ഡേഷൻ തരാനുണ്ട്. നമ്മൾ കൃത്യം ഒരു 90 ദിവസം മുമ്പ് ഒരു 3 മാസം മുമ്പ് നമ്മൾ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റിസൾട്ടും അതിന്റെ ഒരു കാര്യം അപ്ഡേഷൻ കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ട് വെക്കുന്നത് ട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐകാർട്ടിൽ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ബയോ എൻസൈം എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു എൻസൈം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് പപ്പായയുടെ ബയോ എൻസൈമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെയ്തത് കറിവേപ്പില പ്ലസ് ആലോവേറ ജെല്ല് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ബയോ എൻസൈമാണ്. അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ രണ്ടും ഒരു തുണി ഉപയോഗിച്ചിട്ടോ അരിപ്പ് ഉപയോഗിച്ചിട്ടോ അരിച്ച് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ മുകളിൽ ആ ക്ലിയർ ആയിട്ട് കാണുന്നതാണ് നമ്മുടെ ക്ലിയർ എൻസൈം എന്ന് പറയും. താഴെ നമ്മുടെ ആ കറിവേപ്പിലയുടെയും ആലുവേരുടെയും ഒക്കെ ആ ഒരു പിശുടെ അടിയിൽ പോയി കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ തിക്ക് പൾപ്പ് എൻസൈം എന്ന് പറയും. അപ്പോൾ നമുക്ക് രണ്ട് എൻസൈമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒന്ന് ക്ലിയർ എൻസൈമും മറ്റൊരെണ്ണം തിക്ക് പൾപ്പ് എൻസൈമും. ഇപ്പോൾ കറിവേപ്പിലിൻ്റെ ആണെങ്കിൽ കണ്ടില്ലേ, തിക്ക് പൾപ്പ് എൻസൈമാണ് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഇനി നമ്മൾ പപ്പായയുടെ ആണെങ്കിൽ അതുപോലെ തിക്കായിട്ടുള്ള അതും കിട്ടും. അപ്പോൾ ഇതൊന്നും നമുക്ക് കളയേണ്ട കാര്യമില്ല. ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ പൾപ്പ് നമുക്ക് അതിനകത്തേക്ക് ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇനി ഈ ഒരു ക്ലിയർ എൻസൈം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതൊക്കെ നമുക്ക് വീടിൻ്റെ അവസാനം കാണാം. ഞാനിവിടെ പപ്പായയുടെ എൻസൈം നമ്മുടെ ഫേസിന്, നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കറിവേപ്പിലയുടെയും ആലുവേരുടെയും എൻസൈമും നമ്മൾ മുടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പോകാനും കൂടി വേണ്ടിയിട്ട് ഉള്ളൊരു പാക്കാണ്. അപ്പോൾ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് നമ്മുടെ പയറുപൊടിയാണ് കേട്ടോ. കടലമാവല്ല, പയറുപൊടിയാണിത്. എന്തുകൊണ്ടും കടലമാവിനേക്കാളും നല്ലത് നമ്മുടെ ഈ ഒരു പയറുപൊടി തന്നെയാണ് കേട്ടോ. കടലമാവ് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ, അതിൽ കൂടുതൽ എന്തായാലും പറ്റത്തില്ല. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു എണ്ണമയത്തിനൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആക്കി വെക്കും കേട്ടോ. നമ്മുടെ സ്കിന്ന് കൂടുതൽ വരേണ്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് കടലമാവിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മുടെ പയറുപൊടി തന്നെയാണ്. പയറുപൊടി ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കുന്ന ആലുവേരയുടെ ജ്യൂസാണ്. ആലുവേര നന്നായി കഴുകിയ ശേഷം മിക്സി ബൗളിലിട്ട് അടിച്ച് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം അരിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാനിവിടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഈ ഒരു കൂട്ട് മിക്സ് ആകാൻ പാകത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്കറിയാം ആലുവേര ജെല്ല് എത്രമാത്രം നല്ല കാര്യമാണെന്നുള്ളത്. ആലുവേര ജെല്ല് ഉപയോഗിക്കുന്നതോടെ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഈർപ്പം നന്നായിട്ട് നിലനിർത്തിക്കൊണ്ടുവരട്ടെ. ഈ ഒരു ആലുവേര നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ആലുവേരയ്ക്ക് ഒരു കഴിവുണ്ട്. കൂടാതെ ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും ഇ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ്. തൈര് ഒരു 2 ടീസ്പൂണോളം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. തൈര് നമുക്ക് എല്ലാവർക്കും അറിയാം ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് തൈര്. കൂടാതെ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റും കൂടിയാണ് ഈ തൈര്. നമ്മൾ തൈര് ജസ്റ്റ് ഒന്ന് വെറുതെ നമ്മുടെ ഫേസിൽ ഇട്ടാൽ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. പിന്നെ കൂടാതെ ഇതിൽ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കോമ്പിനേഷൻ കൂടി നമ്മൾ ചേർത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന സകല പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആകും. അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ, വരകൾ, പാടുകൾ, കുത്തുകൾ എന്നിങ്ങനെ വേണ്ടിയിട്ടുള്ള സകല പ്രശ്നങ്ങളും മാറ്റി നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കും, നല്ല ബ്രൈറ്റൻ ആക്കി വയ്ക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 കോമ്പിനേഷൻ കൂടി ചേർത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ. അതും അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 3-4 തവണയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സോപ്പിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിലും ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് കഴുകി വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് എൻ്റെ കൈ ഒന്ന് കഴുകി വെച്ച് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ല എൻ്റെ കൈ എത്രമാത്രം ബ്രൈറ്റൻ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ കൈ നന്നായിട്ട് സോഫ്റ്റൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മോയ്സ്ചറായിട്ട് ഇങ്ങനെ സോഫ്റ്റൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും. ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ക്ലിയർ എൻസൈം, നമ്മൾ നേരത്തെ പറഞ്ഞ ബയോ എൻസൈമിൻ്റെ ക്ലിയർ എൻസൈം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കേട്ടോ. നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ അല്ലെങ്കിൽ ഹെയറിനായിക്കോട്ടെ. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാക്കാണ്. നമ്മുടെ ആ ഒരു ചെറുപയറുടെ ആ ഒരു പാക്കും പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ റൈസ് വാട്ടറാണ് കേട്ടോ. അരി കഴുകിയ വെള്ളം. കുറച്ച് മാസങ്ങളായി ഞാൻ ഈ ഒരു റൈസ് വാട്ടറാണ് നമ്മുടെ തല കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ക്ലിയർ എൻസൈം ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് ചേർക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സ്കിൻ കെയറിന് വേണ്ടിയിട്ടും മറ്റൊരെണ്ണം നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് പാക്കും പിന്നെ ഒരു റൈസ് വാട്ടറും. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പാക്കാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പായയുടെ ക്ലിയർ എൻസൈമാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ചേർക്കണോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രധാന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാക്ക് കുറച്ച് നാളത്തേക്ക് കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു കഴിവ് എന്ന് പറയാനുള്ളത് കേട്ടോ. ഈ ഒരു ബയോ എൻസൈമിൻ്റെ നമ്മൾ എന്ത് പാക്കാണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും കൂടി നമ്മൾ ഇതിനകത്ത് ഈ ഒരു സംഭവം നമ്മുടെ ഈ ഒരു ബയോ എൻസൈം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കുറച്ച് നാളത്തേക്ക് കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ബയോ എൻസൈം ചേർത്തില്ലേ, ഇനി ഇതുപോലെ അങ്ങ് തുറന്ന് വെക്കാൻ പാടില്ല. നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് ഈ ഒരു പാക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതല്ല, നമുക്കിത് പുറത്ത് വേണമെങ്കിൽ പുറത്ത് വെക്കാം കേട്ടോ. കുറച്ച് നാളത്തേക്ക് നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത് പുറത്ത് വെക്കുന്ന സമയത്ത് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്തോ അല്ലെങ്കിൽ നല്ല വെളിച്ചുള്ള ഭാഗത്തോ ഒന്നും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല കേട്ടോ. നമ്മളിത് പുറത്ത് വെക്കുന്ന സമയത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ നമ്മളിത് പുറത്താണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കൂളായിട്ടുള്ള പ്ലേസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് പ്രകാശമൊന്നും ഇല്ലാത്തൊരു പ്ലേസ് നോക്കിയിട്ട് വേണം ഈ ഒരു സംഭവം നമ്മൾ എടുത്ത് വെക്കാനായിട്ട്. അതല്ല നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇനി നമ്മളിവിടെ റൈസ് വാട്ടറിലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. റൈസ് വാട്ടറിനകത്ത് ഞാനിവിടെ കറിവേപ്പിലയുടെ എൻസൈമാണ്, കറിവേപ്പില പ്ലസ് ആലുവേരയുടെ എൻസൈമാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഇനി ഇവ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് തല കഴുകാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളോ ദോഷങ്ങളോ ഒന്നും തന്നെ ഇല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബയോ എൻസൈമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു വീഡിയോനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഐക്കാർട്ടും ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ കണ്ടു മനസ്സിലാക്കിയ ശേഷം നിങ്ങളും വീട്ടിൽ ഇതുപോലെ ബയോ എൻസൈം തയ്യാറാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫേസ് പാക്കോ അല്ലെങ്കിൽ നമ്മൾ ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള ഇടുന്ന ടിപ്സിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നല്ലൊരു ടോണർ കൂടിയാണ് ഈ ഒരു ബയോ എൻസൈം. 2 ടീസ്പൂൺ വെള്ളത്തിനകത്തേക്ക് 1 ടീസ്പൂൺ ബയോ എൻസൈമും കൂടി ചേർത്താൽ നമുക്ക് നമ്മുടെ ഫേസ് ടോണർ റെഡി. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.